ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 കലുങ്ക് ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു. ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ 3 കലുങ്ക് ഭാഗത്ത് കാട്ടാന ഇറങ്ങി. ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നു. ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി. ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിൽ 6 മൈൽ ഭാഗത്തും പകൽ കാട്ടാന ഇറങ്ങിയിരുന്നു. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു. കഴിഞ്ഞ വർഷം ഇരുചക്രവാഹന യാത്രികൻ കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പകൽ സമയത്തായിരുന്നു ആക്രമണം. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്രവാഹന യാത്രികരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ രാത്രികാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുണ്ട്. കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ ദേശീയപാതയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യമുയരുന്നു. വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി കൊച്ചരപ്പ് സ്വദേശി CT വർഗീസ്, ഭാര്യ അന്നമ്മ വർഗീസ് എന്നിവരാണ് മരിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മരണം. സ്വയം ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവെച്ച നിലയിലായിരുന്നു. തീപിടുത്തത്തിൽ വീടിന്റെ ജനൽ